രാഷ്ട്രീയ നെറികേടിന്റെയും ഗൂഢനീക്കത്തിന്റെയും പാർട്ടിയാണ് ബി ജെ പി. വിമൻസ് റിസർവേഷൻ ബിൽ. ബി ജെ പി ആ നിയമത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് പരിഹാസ്യമായ നാടകം കളിക്കുകയാണ്. ഇത്തരം നാടകങ്ങൾ ഇന്ത്യ ഇതുപോലെ കണ്ടിട്ടതിന് മുമ്പ് ഒരിക്കലും. സ്ത്രീകളെയെല്ലാം പാട്ടിലാക്കാൻ വേണ്ടി സ്ത്രീ രക്ഷയുടെയും സ്ത്രീ അവകാശങ്ങളുടെയും എല്ലാം കഥ പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി കളിക്കുന്ന നാടകമാണ്. ഈ നാടകത്തിൽ ബി ജെ പിക്കോ മോദിക്കോ ലവലേശം ആത്മാർത്ഥതയില്ല. വഞ്ചനയാണ്, തട്ടിപ്പാണ്, സ്ത്രീ വിരോധമാണ് ബി ജെ പി നയിക്കുന്നത്. 2023 ഒരു ബില്ല് പാസ്സാക്കി, അതുപോലത്തെ ഒരു ബില്ല്. അന്ന് ഞാനും ഒരു അംഗമാണ് സഭയിൽ. പക്ഷെ ആ ബില്ലിന്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നില്ല. ഈ ബില്ല് സഭയിൽ ചർച്ചക്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി കിട്ടിയ അന്ന് വീണ്ടും പറയുന്നു ആ ബില്ലിന്റെ ഇത്രയും വൈകിയ നോട്ടിഫിക്കേഷൻ ഇതാ പുറത്തു വന്നിരിക്കുന്നു. രാഷ്ട്രീയ നെറികേടിന്റെയും ഗൂഢനീക്കത്തിന്റെയും പാർട്ടിയാണ് ബി ജെ പി. അത് പറയാൻ വീണ്ടും കാരണമുണ്ട്. പലവട്ടം സി പി ഐ ചോദ്യം അതായിരുന്നു. ബി ജെ പിയുടെ ഈ നീക്കത്തിൽ നാരീശക്തിയുടെ മഹത്വം പറയുകയാണ്. നാരീശക്തിയുടെ മഹത്വം, ഈ വിടവത്തിന്റെയും ഈ ഉദ്ദേശത്തിന്റെയും ആൺകഴിവുകളുടെയും പാർട്ടിയാണ് ബി ജെ പി. ആ ബി ജെ പിക്ക് അതുകൊണ്ട് ഇത്തരം വർത്തമാനം പറയുന്ന അവകാശമില്ല. വോട്ടിന് വേണ്ടി എല്ലാ നാടകവും കളിക്കും. അന്ന് ഉന്നയിച്ച ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ബി ജെ പിയെ നയിക്കുന്നത് ആർ എസ് എസ് ആണ്. ആർ എസ് എസ് ആണ് ബി ജെ പിയുടെ തലയും തലച്ചോറുമെല്ലാം. ആർ എസ് എസ് എല്ലാമായി വർത്തിക്കുന്ന ബി ജെ പിയിൽ ഇത്രയും വലിയ നാരീ സ്നേഹം പറയുമ്പോൾ ഒരു ചോദ്യം ഇവിടെ ഉണ്ട്, ഉത്തരം കിട്ടാതെ. ഉത്തരമുണ്ടെങ്കിൽ അത് പറയണം, മോദി പറയണം. ചോദ്യം എന്താണ്? ബി ജെ പിയുടെ വഴികാട്ടിയായ, ആശയ രാഷ്ട്രീയ വഴികാട്ടിയായ ആർ എസ് എസിൽ സ്ത്രീകൾക്ക് അംഗത്വമുണ്ടോ? ഇല്ല. ഇന്ത്യ അതറിയണം. സ്ത്രീക്ക് അംഗത്വം കൊടുക്കാത്ത ആർ എസ് എസ് ആണ് അവർ നയിക്കുന്നത്. അംഗത്വം പോലും കൊടുക്കാതെ സ്ത്രീയെ കാതങ്ങൾ അകറ്റി നിർത്തുന്ന ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പി പറയുകയാണ് ഞങ്ങൾ നാരികൾക്ക് വേണ്ടിയുള്ള മഹത്വം പ്രഖ്യാപിക്കാൻ പോവുകയാണ്.